അധികാരം കിട്ടിയാൽ പിന്നെ പ്രകടന പത്രികയ്ക്ക് എന്താ കാര്യമെന്ന് പണ്ടൊരു നേതാവ് പരസ്യമായി തന്നെ ചോദിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്നത് വെറും കടലാസ് കെട്ടല്ലെന്ന് തെളിയിച്ചത് LDF ആണ്. പറഞ്ഞതെല്ലാം ചെയ്ത LDF ഇനി അടുത്ത 5 വർഷം ഭരണത്തിലേറിയാൽ ചെയ്യാനുള്ളതും വ്യക്തമാക്കി. പ്രകടന പത്രികയുടെ വിശ്വാസ്യതയിൽ LDF ബഹുദൂരം മുന്നിലാണ്. ഇതേ ദിവസം തന്നെയാണ് UDFും പ്രകടന പത്രിക ഇറക്കിയത്. ഇന്ദിരാഗാന്ധിയുടെ പേരിലുള്ള ഗ്യാരണ്ടിയാണ് അവരുടെ ഹൈലൈറ്റ്. എന്നാൽ അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും നടപ്പാക്കാനാവാത്ത ബാധ്യതയായി മാറിയത് ഇവിടെ പല ചോദ്യങ്ങളും ഉയർത്തുന്നു. ഗ്യാരണ്ടി അഥവാ ഉറപ്പ് പറയുന്ന UDF തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വയനാട് ഗ്യാരണ്ടിയുടെ പേരിൽ നട്ടം തിരിയുകയാണ്. 150 കോടി വരെ പിരിച്ചുവെന്ന അനൗദ്യോഗിക കണക്കുകൾ പുറത്തു വന്നു. കണക്ക് ചോദിച്ചാൽ നേതാക്കൾ ക്ഷോഭിക്കും. കൈരളിയുടെ കയ്യിൽ നിന്നും സതീശൻ മൈക്ക് പിടിച്ചു മേടിക്കാൻ പറയുന്നതുവരെ എത്തി കാര്യങ്ങൾ. കൈരളിയുടെ ചോദ്യം ഗൂഢാലോചനയാണെന്ന് KC വേണുഗോപാൽ പറയും. എന്നാലും പിരിച്ചതിൻ്റെ കണക്ക് മാത്രം നാട്ടുകാരോട് പറയില്ല. പണ്ടേയുള്ള ശീലം ഇപ്പോഴും ഉണ്ടല്ലേ എന്ന് എല്ലാവരെയും കൊണ്ട് പറയിപ്പിക്കും. സണ്ണി ജോസഫാണ് അതിലും തമാശ. ഭൂമി മേടിക്കാൻ 5 കോടി മുടക്കിയെന്ന് ഒരു കണക്ക് പറഞ്ഞു. പക്ഷേ വയനാട്ടിൽ വാങ്ങിയ ഭൂമിയുടെ ആധാരത്തിൽ 3,21,00,000 വില. അപ്പോൾ ആ 1.25 കോടി ആര് കൊണ്ടുപോയി? പ്രകടന പത്രികകളെ വിലയിരുത്താൻ ഒരു സാമ്പിൾ കൂടി പറയാം. 2000-ൽ നിന്നും 3000 രൂപയായി ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്ന് LDF പറയുമ്പോൾ UDFും ഓഫർ ചെയ്യുന്നത് 3000-ആണ്. അപ്പോൾ ജനങ്ങൾക്ക് മുന്നിലൊരു ചോദ്യമുണ്ട്. കിട്ടുന്ന 3000 വേണോ അതോ കിട്ടാത്ത 3000 വേണോ?